നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ ഫങ്ഷന് പറ്റിയ സാരിയുണ്ട്, നമ്മുടെ ലിനൻ സാരിയുണ്ട്, എല്ലാം കൂടെ ഒരു അവിയൽ പരുവം അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറയാൻ അറിയത്തില്ല. ഇത് ആദ്യത്തെ സാരി ഇതാണേ, ഇത് കാണിക്കും. പ്രിൻ്റഡ് അല്ല, സോഫ്റ്റ് ചന്ദരി സിൽക്ക് വരുന്ന ബോഡി പ്രിൻ്റഡ് ആയിട്ടുള്ള സാരിയാണ്. പ്യുവർ ചന്ദേരി സിൽക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെമി, എല്ലാം സെമി മയത്തിൽ വരുമ്പോൾ ഒരു സെമി. ഇതാണ് അതിൻ്റെ. ഞാൻ കാണിച്ചോ? എത്ര പെട്ടെന്ന് കാണിച്ചു കഴിഞ്ഞോ? അതെന്നെ കാണിയതായിരുന്നു. ഇത് ഇപ്പോൾ കണ്ടത് താഴത്തെ ബോർഡറാണേ. മേൽ ഭാഗത്ത് വരുന്ന ബോർഡർ ഇങ്ങനെ, താഴെ വരുന്ന ബോർഡർ ഇങ്ങനെ. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇത് നല്ല പ്യുവർ ചന്ദേരി സിൽക്കിൽ ഇറങ്ങുന്നുണ്ട്. ഇത് സെമിയാണ്, പ്യുവറല്ല, ഒരു സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ്, ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, പക്ഷേ ഇല്ല, സോഫ്റ്റാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലോയി ആയിട്ട്, ഒട്ടും ഫ്ലോയി അല്ല എന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഫ്ലോയി ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലോയി ആണ്. നമുക്ക് എന്താ പറയുന്നത്, എല്ലാം ആവശ്യത്തിന് മാത്രമുള്ള ഒരു സാരി. ഇതുവരും അതിൻ്റെ മുന്താണി. നല്ല ഒരു വെറൈറ്റി എന്നൊന്നും ഞാൻ വലിയ അവകാശപ്പെടുന്നില്ല, എന്നാലും നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന മോഡലുകളിലൊന്നാണ്. ബനാറസി ബോർഡർ, മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇപ്പോൾ ബനാറസി മോഡലുമാണ് ഏറ്റവും ട്രെൻഡ് ആയിക്കൊണ്ട് ഇരിക്കുന്ന മോഡൽ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച മേളത്തെയും താഴത്തെയും ബോർഡർ ഒരുപോലെയാണ്. അത് വന്നപ്പോഴത്തേനും 3800 ആ ഒരു റേറ്റിലേക്കായിരുന്നു. ഇതങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ഏകദേശം പകുതി പോലും ആകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയുള്ളൊരു റേറ്റിൽ വരുന്ന സാരി. എന്നാൽ സ്റ്റഫ് ഒട്ടും മോശമല്ല, ഒരു പോളി സിന്തറ്റിക് മിക്സോ അങ്ങനത്തെ ഒന്നും ഒരു ഫീലും ചെയ്യത്തില്ല, നല്ല സ്റ്റഫാണ്. ബ്ലൗസ് വന്നിട്ട് ഇത് ഉണ്ടോ, ഇങ്ങനൊരു കോൺട്രാസ്റ്റ്, ആ ബോർഡറിന് വരുന്ന മെറൂൺ കളറും ഇങ്ങനെ കയ്യെ വയ്ക്കാനായിട്ട് ഇങ്ങനൊരു ബോർഡറും. ഇത് ഒരു ഭയങ്കര എടുത്ത് നിൽക്കുന്നൊരു എന്നാ പറയുന്നത്, മെറൂണല്ല, ബ്ലൗസിന് വന്നിരിക്കും ഭയങ്കര മെറൂണല്ല, പക്ഷെ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ മെറൂൺ, ഡീപ്പ് ഡാർക്ക് അങ്ങനെയല്ലാത്തൊരു മെറൂൺ. ഇതാണ് സാരി. കണ്ടോ, സാരിയുടെ ബ്ലൗസേ വെക്കാനേ രണ്ട് സൈഡിലും ബോർഡർ രണ്ട് രീതിക്കുണ്ട്. ഏത് വേണേലും നമുക്ക് വയ്ക്കാം. ഒരു സൈഡിലത്തെ ബോർഡർ ദേ ഇങ്ങനെ, ഒരു സൈഡിലത്തെ ബോർഡർ ഇങ്ങനെയാണ്, മറു സൈഡിലത്തെ ബോർഡർ ദേ ഇതുപോലെ. ഏത് വേണേലും വയ്ക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. അത് സാരിയുടെ പോലെ തന്നെ. സാരിയുടെ താഴ്ഭാഗത്ത് വീതിയുള്ള ബോർഡർ, മേൽഭാഗത്ത് ഈ ഒരു കുഞ്ഞിക്ക ബോർഡർ. ഇതിൻ്റെ വേറെ കളർ കാണിക്കാം, കളർ കോമ്പിനേഷൻ. റെഡ് ആൻഡ് ഒലീവ് ഗ്രീൻ. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലി റെഡ് ഒക്കെ ആ ഒരു ഷെയ്ഡ്. കണ്ടോ, എന്താണ് ഇങ്ങനെ. ഇങ്ങനെ വരും, താഴത്തെ ബോർഡർ ഇങ്ങനെ വരും, വെള്ളിങ്ങനെ വരും. ബ്ലൗസ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസ് കേട്ടോ, ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസ്. താഴെ അതിനെ പോലെ തന്നെ താഴത്തെ ബോർഡർ വീതി കൂട്ടി വേണേലും വയ്ക്കാം. ഇപ്പോഴത്തെ മേളിലത്തെ ബോർഡർ മതിയെങ്കിൽ അത് വേണേലും വയ്ക്കാം. ഒരു ചില്ലി റെഡിൽ ഒരു ഒലിവ് അല്ലെങ്കിൽ ഈ ചെറുപയർ വെച്ച ഇതും അങ്ങനെ തന്നെ. തനി ചെറുപയറിൻ്റെ കളറ്, ഡാർക്ക് ചെറുപയറിൻ്റെ കളർ, വിത്ത് നേവി ബ്ലൂ. അതല്ല അടിയിലത്തെ ആദ്യം മെറൂൺ കണ്ടോ, വിത്ത് നേവി ബ്ലൂ ഈ ഒരു ബോർഡർ. ഇനി ഇതിലെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. ബനാറസി ബോർഡർ ഇപ്പോൾ ഏറ്റവും നമുക്കൊരു ട്രെൻഡി ആയിട്ടുകൊണ്ടിരിക്കുന്ന ബനാറസി സാരികളും ബനാറസി സാരികളായിട്ട് വരുന്നുണ്ട്, ബനാറസി ബോർഡർ മാത്രമായിട്ട് വരുന്നുണ്ട്.
അങ്ങനെയൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇത് ഈ ഒരു ഇവിടെ ഇങ്ങനെ ആ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു കളറാണ് ഇവിടെ. ഇതിനിങ്ങനെ നമ്മളൊക്കെ ഇവിടെ തേരെന്നാണ് പറയുന്നത്. അതിന് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ. അതൊരിക്കലും ഡാമേജ് ഒന്നുമല്ല. ഞാൻ എൻ്റെ കണ്ണിന് പെട്ടെന്ന് കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത്. അല്ലാതെ അത് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും അത്രയും ഒരു കളർ. അതാണ് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളാ ഒരു ആൻറ്റിക് ടച്ച് തരുന്ന ഒരു സാധനത്തിലൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ബ്ലൗസ് സെയിം നേവി ബ്ലൂ. ഇതാ ഇതിൻ്റെ അകത്തെ പാർട്ടാണ് ഞാൻ കാണിക്കുന്നത് അല്ലേ. ഇതാ നേവി ബ്ലൂ. ഇനി നമ്മുടെ ലിനൻ സാരി കാണിക്കാം. ലിനൻ സാരി കറുപ്പുണ്ട്, നല്ല ഡാർക്ക് മെറൂണുണ്ട്. ലിനൻ സാരി ഈയിടെ ഞാൻ കാണിച്ച് വേറൊരു 1-2 മോഡൽ കാണിച്ചില്ലായിരുന്നോ? ഏതൊക്കെയായിരുന്നു കാണിച്ചത്? ഞാൻ തന്നെ മറന്നു ഏതൊക്കെയാണ് കാണിച്ചത്. ബ്ലാക്കിൽ സിൽവർ ബോർഡർ അല്ലാതെ വേറെ ബോർഡർ വരുന്നേ, മെഹന്തി കളർ ബോർഡർ വരുന്നത്. ഇതിപ്പം ലിനനാണ്, സെമി ലിനനാണ്, സിൽവർ ബോർഡറാണ്. സിൽവർ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ മെറൂണിൻ്റെ ആ ഒരു മിക്സ് വരും. നല്ല ഡാർക്ക് മെറൂണ് ബോഡി. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഡാർക്ക് മെറൂൺ പ്ലെയിന് വിത്ത് ഈ ബോർഡർ. ഇതാണ് മുന്ത്. ഇത് ഡ്രൈ വാഷ് ഉള്ളിയാണ്, ഡ്രൈ വാഷ് മാത്രമേ പാടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർച്ച് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളിത് അതിനെ കണ്ടിട്ട് ഫസ്റ്റിലേ കാണുന്ന ഒരാൾ അയ്യോ ഇതെന്തുവാ, ഇത് ചുമ്മാ ഒരുമാതിരി സാരി പോലെ ഉണ്ടല്ലോ, ഇതിനെന്തോ ഇത്ര വലിയ. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് ഇത് ഉടുത്ത് നോക്കണം. അതാണ് ഇതിന് എന്തെല്ലാം ന്യൂനതകൾ മീൻസ് ഇപ്പോൾ ഡ്രൈ വാഷ് ചെയ്യണമെന്ന് പറയുന്നു, സ്റ്റാർച്ച് ഇല്ലെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് വേണ്ടാത്ത ആരുമില്ല. ഞങ്ങളുടെയൊക്കെ ഷോപ്പിൽ എന്തോരം കൊണ്ട് വെച്ചാലും ഞാൻ എന്നിട്ട് ഓർക്കും അയ്യോ കെട്ട് കണക്കിനല്ലേ വന്നത്, പിന്നെയും പുതിയ മോഡൽ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനി വേണ്ട കേട്ടോ, ഇപ്പോൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇരിപ്പുണ്ടെന്ന്. അപ്പം ഞാൻ 2-3 ദിവസം കൂടി ഷോപ്പിൽ പോയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ വിചാരം അവിടെ കെട്ട് കണക്കിന് ഇരിക്കുവാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിഞ്ഞ് ഷോപ്പിൽ ചെല്ലുമ്പോൾ അതും ഇല്ല, എൻ്റെ അപ്പുറത്തും ഇല്ല. പിന്നെ അന്നേരം അവിടെ വിളിച്ച് ചോദിക്കും അയ്യോ ഞങ്ങൾക്ക് ഇച്ചിരി വേണം കേട്ടോ, കറുത്ത വേണമെന്ന്. അത് തീർന്നു പോയിരുന്നു. അതാണ് അതിൻ്റെ ഗതി. അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് അത്. കാരണം അതിൻ്റെ ഇടാനുള്ള സുഖമാണ് ഏറ്റവും വലിയത്. നല്ല ബോഡിക്ക് നല്ല കംഫർട്ടുമാണ്, ഒപ്പം ഭംഗിയുമാണ്. പിന്നെ സൂക്ഷിക്കുന്ന ഇച്ചിരിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിയുള്ളവർ എടുക്കണ്ട. കണ്ടോ, സൂക്ഷിച്ചും കണ്ടു ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഡ്രൈ വാഷ് ചെയ്യണമെന്ന് പറയുന്ന സാധനം നമ്മൾ ഡ്രൈ വാഷ് ചെയ്യാവുള്ളൂ. നമ്മൾ പിന്നെ പരീക്ഷണത്തിനൊക്കെ മുതിർന്നു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ. എന്താണ് ഇതിനകത്തെ പ്രിൻറ്റ് മാത്രം വ്യത്യാസം കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിനിങ്ങനെ ഒരു പ്രിൻറ്റ്, മറ്റേതിന് അങ്ങനെ ഒരു പ്രിൻറ്റ്. ഇനി അതിൻ്റെ ജെറ്റ് ബ്ലാക്ക് എത്രയോരം കാണിച്ചിട്ടുള്ള അല്ലേ. എനിക്കറിയാം എന്തോരം കാണിച്ചാൽ ഈ സാരിയൊക്കെ കാണിക്കുമ്പം പിറ്റേ ദിവസം ആകാൻ പോലും ഇരിക്കലും നമ്മുടെ സ്റ്റോക്കിനെ അനുസരിച്ചിരിക്കും. സ്റ്റോക്ക് കുറവാണെങ്കിൽ അന്ന് രാത്രി തന്നെ തീർന്നു പോകും. അത്രയ്ക്ക് ഞാനങ്ങ് ഘോരം പറയാൻ ഇത് ആദ്യമായിട്ട് കാണുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ട് എന്നെ ഒരു ഫോൾഡിങ് അല്ലേ, ഇതുണ്ടോ ഇടയ്ക്ക് വെച്ച് ഒരു ഞുറിയൊക്കെ ഇട്ടിരിക്കും. ഡാർക്ക് ഡീപ്പ് ബ്ലാക്ക്. ഇതിൻ്റെ കുറേ ഡിസൈൻസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ ഈ ആകെ 2 ഡിസൈനേ കാണിക്കുന്നുള്ളൂ ഓർത്ത്. ഈ പറഞ്ഞ പോലെ എപ്പോഴും കാണിക്കുന്നത് എനിക്കങ്ങനെ ഇഷ്ടമില്ല. ഞാനിങ്ങനെ വേറെ ഏതാ ഉള്ളേന്ന് ഇങ്ങനെ തപ്പി നടപ്പാണ് എൻ്റെ പണി. ഇതുണ്ടോ ബ്ലൗസേ, ഇത്രയേ ഉള്ളൂ വിശേഷം. ആദ്യത്തെ സാരി ഇത്, മുന്താണി ഇത്. രണ്ടാമത്തെ ഡിസൈൻ ചെറിയ ഡിസൈൻ, രണ്ടും അതെ. എന്തോ ഒരു ശരീരത്തോട് പറ്റിയിരിക്കുന്നത് എന്നെ സുഖമാണെന്ന് പറയും. ഇപ്പോഴത്തെ ഈ മനുഷ്യനെ നിന്ന് ഉരുക്കി കളയുന്ന ചൂടിൽ നിന്ന് ഇതൊക്കെ ഇട്ടല്ലേ പുറത്ത് പോകാതെയോ വെളിയിലിറങ്ങാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? പക്ഷെ 2 ദിവസം എങ്ങും പോകാതെ വീട്ടിൽ ഇരിക്കുമ്പം കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് ബ്ലൗസ്. ഇനി ഇത് ഞാൻ
നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മുടെ റീസ്റ്റോക്ക് സാരിയാണ്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പ്രമാണിച്ച് ലൈറ്റ് ഷെയ്ഡ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്നാ അല്ലേ ക്രിസ്മസ് എന്നൊക്കെ പറയുമോ അല്ലേ? എനിക്ക് മൊത്തത്തിൽ ചാനൽ പോയി എനിക്ക് വന്നത് സത്യമായിട്ടും അതെ. എന്നാന്നറിയോ, എനിക്ക് വയ്യ. എനിക്ക് എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ്. എന്നാ നിങ്ങളോടൊന്നും ഇപ്പോൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാവരും എന്നിട്ട് എന്നോട് പറയും എപ്പോഴും വയ്യാന്നൊന്നും പറയും. വയ്യെങ്കിൽ പിന്നെ ആവുമെന്ന് പറയാൻ പറ്റുമോ? വയ്യെങ്കിൽ വയ്യെന്ന് പറയാം. അതിനിപ്പോൾ എന്തോന്നേ, എനിക്കങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്തിനാണ് വിചാരിക്കുന്നത്? ഈ അങ്ങനത്തെ നമ്മളെല്ലാം ഈ മൂടി വെച്ചിട്ടുള്ള ഈ പരിപാടിക്ക് അതിലൊന്നും കാര്യമില്ല. ഉള്ള പോലെ പറയുന്നതാണ്. അല്ലാതെ എൻ്റെ എനിക്ക് എന്നാന്ന് അറിയത്തില്ല, 2 ദിവസമായിട്ടേ രാവിലെ എണീക്കും തൊട്ട് ഭയങ്കര ക്ഷീണമാണേ. ഈ കാലാവസ്ഥയുടെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പനിയെല്ലാം വന്ന് പനിയൊക്കെ മാറി ജലദോഷവും കഫക്കെട്ടും ഒക്കെ കുറഞ്ഞു. എന്നാലും അപ്പടി ക്ഷീണമോ, എനിക്ക് ഒരു ഉഷാറും ഇല്ല. വീഡിയോ പിടിക്കാനൊന്നും കഴിയത്തേ ഇല്ല. എല്ലാത്തിനും ഒരു മടുപ്പാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ഫുൾ എന്താ പറയുന്നത്, ഫുൾ ഓണല്ല, ഹാഫേ ഉള്ളൂ. ഇത് ക്രിസ്മസ് അല്ല, ഈസ്റ്റർ. ദൈവം എന്നോട് പൊറുക്കണേ. ഈസ്റ്റർ, വിഷു, റംസാൻ, ഇത് 3 നമ്മുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽസിൽ 3 വരുന്നതാണ്. അപ്പോൾ അതിന് ലൈറ്റ് ഷെയ്ഡ്, വിഷുവിനും ഇങ്ങനത്തെ വേണം, ഈസ്റ്ററിനും ഈ ഒരു ഷെയ്ഡുകൾ ഒത്തിരി പേർക്ക് വേണം. അപ്പം ഇതിൻ്റെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട്, നമുക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഈ ഒരെണ്ണം അന്ന് ഏറ്റവും ഡിമാൻഡായിട്ട് വന്നത് ഈ ഒരു ഡിസൈനായിരുന്നു. അതുകൊണ്ട് ഞാനിത് കാണിച്ചത്. ഇതിന് വിത്ത് ബ്ലൗസും ഒക്കെ വെച്ച്, മീൻസ് ബ്ലൗസിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ച് കാണിച്ചായിരുന്നു. ഭയങ്കര ചോദ്യക്കാരായിരുന്നു. ഏറ്റവും അവസാനം ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അങ്ങ് തീർന്നു, ഈ സാരി മിച്ചമാവുകയും ചെയ്തു. പിന്നെ സാരി തന്നെ കൊടുത്തു. ഇതിപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഞാൻ റീസ്റ്റോക്ക് വരുത്തിയതാണ്, ബാക്കി കൊണ്ടുവരാം കേട്ടോ. ഇത് ടിഷ്യൂ സിൽക്ക് സാരി, ഇത് മുന്താണി. ഇങ്ങോട്ട് കാണിക്കുമല്ലേ, തെലോട്ട് കാണിക്കുമല്ലേ, ബോഡിയാൽ ഇങ്ങനെയാണ്. ഇത് താഴത്തെ ബോർഡറല്ല, ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ്. അതുകൊണ്ട് തന്നെ അതിമനോഹരമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്തൊന്ന് ചൂസ് ചെയ്തിട്ട്, ഇതിനൊരു വിത്ത് ബ്ലൗസ് ഉണ്ട്, പ്ലെയിനാണ് വിത്ത് ബ്ലൗസ്. പക്ഷേ വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടായിരുന്നു അന്നൊക്കെ, ഉണ്ടല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വിത്ത് ബ്ലൗസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഉണ്ട്. ഇത് താഴത്തെ ബോർഡറേ കണ്ടോ, ഇങ്ങനെ താഴെ ഈ വലിയ ബോർഡർ, മേൽഭാഗത്തേക്ക് വരുമ്പം ഈ ഒരു ചെറിയ ബോർഡർ. ഇത് ബ്ലൗസിൻ്റെ ഭാഗമാണ് തോന്നുന്നു. ഇനി അന്ന് പക്ഷേ എപ്പോഴും ഇതിന് എടുപ്പുണ്ടല്ലോ, ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നതല്ല. ഇതിനകത്തിപ്പം മഴവില്ല് പോലെ കുറേ ഷെയ്ഡ്സ് പോയിട്ടുണ്ട്. നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു ഭംഗിയാണ്. നമുക്കപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മുടെ ഫേവററ്റ് കളർ ഏതാണോ അത് നോക്കി ബ്ലൗസ് ഇടാം. അപ്പോൾ ഒരു വ്യത്യസ്തമായിരിക്കും. പിന്നെ ഇടുമ്പം ചുമ്മാ കോട്ടൺ ബ്ലൗസ് ഇടാതെ അത്യാവശ്യം ടിഷ്യൂവിൻ്റെയോ അല്ലെങ്കിൽ കോട്ടൺ സിൽക്കിൻ്റെയോ അങ്ങനത്തെ ഒക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എൻ്റെ എളിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യുക. ഇതിൻ്റെ ഇപ്പോൾ ഇതേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ എന്നെ പറയാൻ വന്ന് വേറെ പ്രിൻ്റ് എല്ലാം കാണിക്കാം കേട്ടോ. ഇതും അതെ. ഇതെൻ്റെ ഫേവററ്റ് സാരി കേട്ടോ. ഇതിപ്പോൾ ആരും ആവശ്യപ്പെട്ടാലും ഇത് പഴയ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഇപ്പോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം എന്നാണെന്നറിയാമോ, എനിക്ക് തോന്നുന്നു മുഴുവൻ ഈ ഫെസ്റ്റിവൽസ് വരുന്നത് പ്രമാണിച്ചായിരിക്കും. ഞാൻ അന്ന് ഈ സാരിയെ പറ്റി ഘോരം പറയാം. എനിക്ക് എന്നാ ഇഷ്ടമാണോ ഈ സാരി, പറഞ്ഞറിയിക്കാൻ മേലാത്ത എത്ര ഇഷ്ടമാണ്. ചുമ്മാ പറയുന്നതല്ല, തള്ളി മറിക്കുന്നൊന്നുമല്ല. തള്ളി മറിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. എന്നെ ആരെങ്കിലും തള്ളിയാൽ ഓർത്ത് ഞാൻ നിൽക്കുന്നു. ഇതിലോട്ട് കാണിക്കുന്നേ, അങ്ങനെ ശരിയാവുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ നൂർത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തില്ല. പക്ഷേ ഇത് ഒരിടത്തും പിടുത്തം കിട്ടുന്നില്ല. കണ്ടോ, ഇതാണ് മുന്താണിയെ. മുന്താണിയുടെ ഭാഗത്ത് നല്ല ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. സോഫ്റ്റുവാണ്, നല്ല സോഫ്റ്റ്, പടിപടാന്ന് പൊങ്ങി നിൽക്കുന്നതല്ല, സോഫ്റ്റുവാണ്. ഈ ഒരു ബോർഡർ നല്ലൊരു വൃത്തിയുള്ള ഓവറായിട്ടുള്ള ബോർഡർ. അതല്ലേ വീഡിയോ കാണത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നല്ലൊരു ഇങ്ങനെയോ ആണോ, ഇതിപ്പോൾ ഒരു ഗോൾഡൻ സറിയാ, പക്ഷെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഗോൾഡൻ സറിയല്ല. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വിഷുവിനോ അല്ലെങ്കിൽ ഈസ്റ്ററോ അങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റിവൽസിന് ഇടുകയും ചെയ്യാം. നമുക്കൊരു കേരള സാരിയിലേക്ക് മാത്രമായിട്ട് പോകുന്നില്ല, എപ്പോൾ വേണേലും ഇടാം. ഇതിൻ്റെ ബോഡി ഫുള്ള് ഇങ്ങനെയുള്ള ഡിജിറ്റൽ പ്രിൻറ്റുകളാണ്. ഡിജിറ്റൽ പ്രിൻ്റ് ഇതിൻ്റെ പ്രിൻ്റ് അല്ല, ഇതിൻ്റെ വീവിങ്ങാണ്. ഈ കാണുന്ന ഫുള്ള് വീവിങ്ങാണ്. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഉണ്ടോ, ഇത് ഫുള്ള് വീവ് ചെയ്തിരിക്കുന്ന.
ഇതൊരിക്കലും ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റും ഉണ്ട്, വലിയ റേറ്റ് ഇല്ല, ചെറിയ റേറ്റ് ഉണ്ട്. അതിലെല്ലാം എനിക്ക് അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയ കാര്യം ഇതിൻ്റെ ബ്ലൗസാണ്. ഈ ബോഡിക്ക് വരുന്ന സാധാരണ ഇങ്ങനത്തേന് വരുമ്പോൾ എല്ലാ സെൽഫാണ് ബ്ലൗസായിട്ട് വരുന്നത്. ഇത് പക്ഷെ നേരെ തിരിച്ചാൽ ആ ബോഡിക്ക് വരുന്ന ആ ഒരു ഡിസൈൻ്റെ കളർ തന്നെ. ഇപ്പോൾ ഇതിന് പീച്ച് ഷെയ്ഡ്, ആ പീച്ച് ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസായിട്ട് വരുന്നത്. നല്ല ഗമാലിറ്റി തോന്നുന്ന, നല്ല ലുക്ക് തോന്നുന്ന, നല്ല സ്റ്റഫ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഉള്ളൂ. പിന്നെ ശരീരത്തിനും നല്ല സുഖം. പിന്നെ വാഷിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഞാൻ പറയുള്ളൂ, എന്തിനാ ഒന്ന് ഉടുക്കുമ്പോഴേ ആരും വാഷ് ചെയ്യാനൊന്നും പോകുന്നില്ല. സാരിയല്ലേ, ഒരു നല്ലപോലെ ഒന്ന് തണലത്തൊരു 10 മിനിറ്റ് ഒന്ന്. അപ്പോൾ വെളിയിലൊന്നും കൊണ്ട് ഇവിടെ നോക്കാം, റിസ്ക് സൂക്ഷിച്ചൊക്കെ വേണം, മറന്നു പോകരുത്. സാരിയൊക്കെ കരിഞ്ഞിരിക്കുന്നത് വേണം. അങ്ങനെ ഒന്ന് കാറ്റ് കൊള്ളിച്ചിട്ട് എടുത്ത് അയൺ ചെയ്ത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക. പിന്നെ മുഷിങ്ങെന്ന് തോന്നുമ്പോൾ ഫസ്റ്റ് വാഷ്, ഡ്രൈ വാഷ് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത്ര സൂക്ഷിക്കണം എന്ന് പറയാൻ. അടുത്ത ഇത് ആ സ്ഥാനത്ത് ഇതുണ്ട്, ആ സ്ഥാനത്ത് പിങ്ക് കളറുള്ള, മറ്റേത് പീച്ച് അല്ലായിരുന്നോ, ഇത് പിങ്ക്. അന്ന് 4 ഷെയ്ഡാണ് വന്നത്. ഇപ്പം ഞാൻ പീച്ച് ഏറ്റവും മറ്റേത് ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിരുന്നു അല്ലേ, ലാവണ്ടർ, അത് വന്നിട്ടില്ല. അതെല്ലാം വരുത്തണം. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമോ, ഇതൊന്നും വന്നതാണല്ലോ എന്നോർത്തേ. ഇത് കണ്ടോ, കാണുമോ ഇങ്ങനെയാണ്. അപ്പം ഇതിവിടെ പിങ്ക് ബ്ലൗസ് വന്നിട്ടും ഇത് ഒരു ബുട്ടായൊക്കെ ഉണ്ട്, ചെറിയ ഒരു ബോർഡറും വെക്കാം. കണ്ടോ ബ്ലൗസിൽ ഇങ്ങനെ ബോർഡറും വെക്കാം. നല്ല ഫങ്ഷൻ വെയർ സാരി. ഈ ബോർഡറും ഒക്കെ അങ്ങോട്ട് വെച്ചിട്ട് ആ ബുട്ടായോട് കൂടി ആ ബ്ലൗസും ഈ ഒരു ബോഡിക്ക് ഈ ഒരു കളറും, എന്നിട്ട് ആ ഒരു ഇത് ഇവിടെ ഇട്ട് അതും കൂടെ വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം മനസ്സിൽ. ഞാനെല്ലാം അങ്ങനെയാണ്, നിങ്ങളെല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ. എല്ലാവരും പിന്നെ ഒരു ഡ്രസ്സ് എടുക്കുമല്ലേ, നമ്മളെങ്ങനെയാണ് അത് ഇട്ടിട്ടിരിക്കണം, എന്തിടണം, അതിൻ്റെ കൂടെ എന്താ സാധനങ്ങളൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. ഇനി ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, വിഷു വരുന്നതുകൊണ്ടായിരിക്കാം, മഞ്ഞയും പച്ചയും. അപ്പോൾ പുതിയ ഒരു മഞ്ഞയും പച്ചയും ഞാൻ കാണിച്ചു തരാം. പുതിയ മഞ്ഞയും പച്ചയും പഴയ മഞ്ഞയും പച്ചയും കാണിച്ചു തരാം. ഇന്ന് തന്നെ മഞ്ഞയും പച്ചയ്ക്ക് എത്ര ഓർഡർ വന്ന് കിടക്കുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ വന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനൊരു പരിഹാരമാണ് ഇതിൻ്റെയൊക്കെ ഒരു മനുഷ്യൻ ഒന്നാതെ മടുത്തേക്കും അന്നേരം. അതെന്നാ പരിപാടിയാണ് മനസ്സേ, വില അടിച്ച് വെച്ചേക്കുന്നുണ്ട് എവിടെ കൊണ്ടുവന്നു. ഇത് മുന്താണിയെ, ഇത് നമ്മൾ നേരത്തെ കണ്ടതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടി ഒരു, നേരത്തെ കണ്ട് സോഫ്റ്റ് അല്ലെന്നല്ല, ഒരു കുറേ കൂടെ ഒരു തളർന്ന് കിടക്കുന്ന ഒരു സൈസ് സംഭവമല്ല, ഒരു സ്റ്റഫാണ്. അതായത് കുറച്ചും കൂടെ കുറേ കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ്സോ എന്തോ ഒരു നമ്മുടെ ശരീരത്തോട് കുറച്ചും കൂടെ അങ്ങ് ഈ പടുപടാന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയല്ല ഇതിന്. ഇത് കുറച്ചും കൂടെ അങ്ങ് ശരീരത്തോടങ്ങ് എഴുകി നിൽക്കുക, അങ്ങനത്തെ ഒരു ഇത്. ബോർഡർലെസ് ആണ്, ബോഡിയിൽ ഇങ്ങനെ സ്ക്വയർ ഡിസൈന്, നല്ലൊരു സ്റ്റഫാട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഞാൻ ഇതിലെല്ലാം പിടിച്ചു നോക്കി ശരീരത്തിട്ടെല്ലാം കാണിക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ കാണുന്ന എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇതിന് നല്ലൊരു സുഖമുണ്ട് ശരീരത്തോട് ഇങ്ങനെ ആ ഒരു, അത് വീവ് ചെയ്തെടുത്തിരിക്കുന്നതിന് ആ ഒരു നമുക്ക് കറക്റ്റ് അറിയാം. ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഗ്രീന്, പ്ലെയിൻ ഗ്രീൻ, പ്ലെയിൻ ആണല്ലോ അല്ലേ. മൊത്തം നോർത്തു. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ തന്നെ കേട്ടോ, ഫുൾ പ്ലെയിനാണ്. ബ്ലൗസിനൊക്കെ ഇഷ്ടം പോലെ തുണിയൊക്കെ ഉണ്ട് കാര്യം. ഇതാണ് സാരി, ഉണ്ടോ, നല്ല സാരിയാണ്. ഇതിൻ്റെ കളർ വന്നിട്ടാണെങ്കിൽ ഭയങ്കര തെളിഞ്ഞ് നിൽക്കുക, മസ്റ്റാർഡാണ്. മസ്റ്റാർഡ് യെല്ലോ ഇച്ചിരി ഡാർക്കായിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു നല്ലൊരു കളറാണ്. എല്ലാവർക്കും മുഖത്തിന് നന്നായിട്ട് നല്ല നിറം തോന്നിക്കുന്ന ഒരു കളറാണ്. ഇത്രയും പറഞ്ഞാൽ പോരെ വിശദീകരണങ്ങൾ. എല്ലാവർക്കും എനിക്കറിയാം ഒത്തിരി സംശയങ്ങൾ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഇങ്ങനെ എൻക്വയറി വരുന്നതിൻ്റെ. പിന്നെ അടുത്തത് ഇത് നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ പഴയ മഞ്ഞയും പച്ചയും. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം റീസ്റ്റോക്ക് വന്നതിൻ്റെ മിച്ചം ഇരിക്കുന്നത് ഞാനൊന്നുകൂടെ കാണിച്ചു. അതുണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം 2 വിലയ്ക്ക് ഇത് കാണിച്ചായിരുന്നു, 850 899 അല്ലേ, 2 വിലയ്ക്ക് കാണിച്ചായിരുന്നു. 850 അന്നേ തീർന്നു പോയി. അത് കഴിഞ്ഞ് പിന്നീട് വന്ന 899
900 800 3 വിലയ്ക്ക് വന്നല്ലേ. ഇത് പക്ഷെ നമ്മൾ 2 ഓൺലൈനിൽ കാണിച്ചുള്ളൂ. ഇപ്പോൾ വില ഏതാ? ആ വില സ്ക്രീനെ കാണും കേട്ടോ. ഇത് ഏത് ഇപ്പോൾ എല്ലാം ഏകദേശം ഒരുപോലാന്ന്, ഇത് കണ്ടാൽ അറിയത്തില്ല. അപ്പോൾ ഉണ്ടല്ലോ അതിനകത്തുനിന്ന് അപ്പം ഈ 2 വീഡിയോയും കൂടെ കാണിച്ച് 2 എടുത്തെടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതല്ല ഇതാണുള്ളത്, ഇതല്ല അതാണുള്ളത്, ഇങ്ങനെ പറച്ചിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന കേട്ടോ. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ശരിക്കും പറയും ഒരു 4-5 എണ്ണം എന്തോ ഇവിടെ 4-5 എണ്ണം ഉള്ളൂ, അത്രേ ഉള്ളൂ സ്റ്റോക്ക്. പിന്നെ ഇതുപോലെ ആവശ്യക്കാരുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കാണിച്ചതാ ഇത് ഇങ്ങനൊരു ബുട്ട. എന്താണിത് ഇങ്ങനെ. ഈ സാരി കിട്ടിയവർ ഒത്തിരി പേര് എനിക്ക് ഫീഡ്ബാക്ക് തന്നു. നല്ല സാരിയാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറയുന്നല്ലോ കേട്ടോ. ഫീഡ്ബാക്ക് തന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എല്ലാവരും. ഞാൻ ചുമ്മാ പറയുന്നതല്ലാന്ന് കേൾപ്പിക്കാൻ. എന്തിനാ അങ്ങനെയൊന്നുമില്ല, എന്നെ അത്ര വിശ്വാസം ഇല്ലാത്തവരൊന്നുമല്ല, അങ്ങനെ എനിക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തോരം കസ്റ്റമേഴ്സ് നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഓൺലൈൻ തുടങ്ങിയ കാലം തൊട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാ ആഴ്ചയിലും വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതൊക്കെ ഈ പാവം വിദ്യയോടുള്ള വിശ്വാസം, വിദ്യയോടല്ല ഇസബല്ലയോട്. ഇത് ബ്ലൗസ് കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇന്നത്തെ എത്രയുള്ളോ സാരി പേയും കാണിച്ചില്ലേ. ഇനി ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്നുണ്ട് എനിക്ക്. എന്നാന്നറിയോ, എന്നാൽ പിന്നെ ആ ഒരു അടുത്ത ദിവസം സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. അപ്പോൾ എന്താ, നമുക്ക് വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല കേട്ടോ. വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിംഗ്, ഫർദർ എൻക്വയറി കാര്യങ്ങളെല്ലാം വാട്സപ്പ് മെസ്സേജ് വഴിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാനുള്ള നമ്പർ അത് എപ്പോഴും ചോദിക്കരുത്, ഷോപ്പിലെ ലാൻഡ് ലൈൻ നമ്പറാണ് അത്. നമുക്ക് അവിടെ അവർക്ക് വേറെ ഒത്തിരി ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എന്ത് ചോദിച്ചോ, എന്ത് കാര്യത്തിനും വാട്സപ്പ് വോയിസ് ഇട്ടോ, മറുപടി തരാതിരിക്കത്തില്ല. അതുപോലെ എന്തെങ്കിലും തിരക്കിൽ മനുഷ്യനല്ലേ, ചിലപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും. ആരും കുറ്റങ്ങൾക്ക് അതീതരൊന്നും അല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കൺലിയും അല്ല മറുപടിയും തരാൻ വിട്ടുപോയെങ്കിലൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും ഈ എൻക്വയറി എടുക്കുന്നത്, അതായത് 7 മണിക്ക് വീഡിയോ കയറിയ ആ സമയത്ത് തന്നെയാണ് എൻ്റെ അത് അയച്ചോ, എൻ്റെ ഇത് കിട്ടിയില്ല, അപ്പോഴത്തേനും ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. നോക്കാൻ നമുക്കൊരു മാർഗ്ഗവും ഇല്ല. നമുക്ക് ഷോപ്പിൽ ഓപ്പൺ ഉള്ള സമയത്തല്ലേ നമുക്ക് ഈ ഡെസ്പാച്ച് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. പകൽ ചോദിക്കുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിച്ച സാധനത്തിൻ്റെ, നിങ്ങൾ ബുക്ക് ചെയ്ത സാധനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എല്ലായിടത്തും തന്നെ 3 ദിവസം 4 ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചിലത് ഞാൻ മുൻകൂർ പറയാറുണ്ട്, ബുക്കിംഗ് ടേൺ അനുസരിച്ചാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന എത്രാമതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഡെസ്പാച്ചും ചെയ്യുന്നത്. ചിലപ്പോൾ താമസിച്ച് പോകുന്നു, ചിലപ്പോൾ നേരത്തെ കിട്ടുന്നതിനനുസരിച്ച്. എന്നാന്ന് ചോദിച്ചാൽ ആ സാധനത്തിന് അത്രയും ബുക്കിംഗ് കൂടുതലുള്ളപ്പോഴാണ് ചിലപ്പം പുറകിലേക്കായി പോകുന്നത്, അയക്കാൻ താമസിച്ചു പോകും. അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് കാണാം. താങ്ക് യു.